ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു പുതിയൊരു ഫില്ലിംഗ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേക്കിൽ. അപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഫില്ലിങ് കൊടുക്കുന്നത്. ഇതിന് മുമ്പേ യൂട്യൂബിൽ ഇങ്ങനൊരു ഫില്ലിങ് വന്നിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതിൽ ഞാൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, വിപ്പിംഗ് ക്രീം നമ്മൾ ഫ്രോസ്റ്റിങ്ങിൽ എടുക്കുന്ന കേക്ക് ക്രീമിൽ വിപ്പിംഗ് ക്രീം കുറച്ചെടുത്തിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പിൻ്റെ പകുതി മതിയാവും ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർക്കുക. അതിലേക്ക് കുറച്ച് അത് ഒരു ഒരു ടേബിൾ സ്പൂൺ മതിയാകും മിൽക്ക് മെയ്ഡും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വേഫറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഫില്ലിങ്ങിൽ വേഫറും നമുക്ക് നന്നായിട്ട് ക്രഷ് ചെയ്തതും. ഈ വേഫറിൻ്റെ ഫ്ലേവർ എന്ന് പറയുന്നത് ഒരു കോക്കനട്ടിൻ്റെയും പിസ്തായുടെയും കൂടെ ഒരു ഫ്ലേവറാണ്. പിന്നെ ആഡ് ചെയ്യുന്നത് പ്രളയനാണ്. നമ്മുടെ ബട്ടർ സ്കോച്ചിൽ പ്രളയനും കൂടെ ഇതിൻ്റെ ഫില്ലിങ്ങിൽ ആഡ് ചെയ്തിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ബേസ് ഒരു 1.5 kg ബേസ് വയ്ക്കുക. അതിലേക്ക് നമ്മൾ ക്രീം സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ലെയർ വയ്ക്കുക. അതിലേക്ക് മിൽക്ക് സിറപ്പ് തന്നെയാണ്. മിൽക്ക് സിറപ്പിൽ കുറച്ച് കണ്ടൻസ് മിൽക്ക് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ വെറ്റ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട്. അതിലേക്ക് ക്രീം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രീം ചേർക്കുക. ഇത് ഞാൻ വളരെ കുറച്ച് ക്രീമേ ചേർക്കുന്നുള്ളൂ. കാരണം എന്ന് വെച്ചാൽ കസ്റ്റമർ വളരെ കുറച്ച് മാത്രം ക്രീം മതിയെന്ന് പറയുന്നതാണ്. അപ്പോൾ അതുപോലെ വളരെ കുറച്ച് ക്രീമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർക്കാം. അതിനുശേഷം ആ ക്രീമിലേക്ക് ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് മുകളിലായിട്ട് ഈ പ്രളയം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പ്രളയനും പിന്നെ അതിൻ്റെ കൂടെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന വേഫേഴ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് മുകളിൽ കുറച്ച് മിൽക്ക് മെയ്ഡ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് ലെയർ വയ്ക്കുക. ഇതുപോലെ തന്നെ വീണ്ടും ഇതേപോലെ തന്നെ ആവർത്തിക്കുക. ആദ്യം കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന വേഫേഴ്സ് ഇട്ട് കൊടുക്കുക. നട്ട്സ് ഇട്ട് കൊടുക്കുക. പിന്നെ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ രണ്ടാമത്തെ ലെയർ വെച്ചതിന് ശേഷം തേർഡ് ലെയർ വെച്ച് നമുക്ക് ക്രം കോട്ട് ചെയ്യാം. അപ്പോൾ ഇത് വളരെ കുറച്ച് ക്രീം കസ്റ്റമർ മതി എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇത്രയും വളരെ കുറച്ച് മാത്രമേ ക്രീം ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത് എനിക്ക് ഓർഡർ തന്നത് മേനകയാണ്. അപ്പോൾ മേനക എനിക്കിത് എപ്പോഴും പറയുന്നത് നമ്മുടെ നട്ടി ബബിൾ കേക്കിനാണ് ഓർഡർ തരാറുള്ളത്. ഇതുവരെ കുറേ കാലമായിട്ട് നട്ടി ബബിൾ കേക്ക് തന്നെയാണ് ഓർഡർ തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഒന്ന് ഡിഫറെൻ്റായിട്ട് വേണം എന്ന് പറഞ്ഞതുകൊണ്ട് അപ്പോൾ ഞാനിങ്ങനെ എന്ത് ചെയ്യാമെന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് പിന്നെ ഒന്ന് ഡിഫറെൻ്റാക്കി കളയാമെന്ന് വിചാരിച്ച് ഡിഫറെൻ്റായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റുള്ള കേക്ക് തന്നെയായിരുന്നു. നല്ല ഫീലിംഗ് ആയിരുന്നു. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ടിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ക്രം കോട്ടിങ്. അപ്പോൾ കേക്കിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വരാം. അപ്പോൾ ഇതിൽ ആഡ് ചെയ്താൽ കുറച്ചുകൂടെ ലോങ് ആയി പോകും. അപ്പോൾ പിന്നൊരു വീഡിയോയിൽ അതിൻ്റെ ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.